ഇത്രയൊക്കെ എങ്ങനെ വളർന്നാവോ? അല്ല നീ എന്താ അവിടെ നിന്ന് കളഞ്ഞേ? ഉള്ളിലോട്ട് വാ. ഞാൻ വെറുതെ ഇതിലെ പോയപ്പോ അടുത്ത് മുടി ചെയ്യുകയാണോ? ആ എന്ന് ഞാൻ നല്ലോണം മുടി ചീകിയിട്ട് മെടഞ്ഞിടും. അത് നല്ലതാ മുടിക്ക്. ഏതെണ്ണയാ തേക്കുന്നേ? അങ്ങനെ ബ്രാൻഡഡ് എണ്ണയൊന്നും ഞാൻ തേക്കാറില്ല. പിന്നെ അമ്മ കാച്ചുന്ന വെളിച്ചെണ്ണയാണ് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എനിക്ക് ഇത്ര മുടിയൊന്നും ഇഷ്ടമല്ല. നോക്കാനൊക്കെ എന്തൊരു പാടാ. ഞാൻ ആദ്യം വിചാരിച്ച എടുത്തിട്ട് വെപ്പ് കൂടിയാന്നോ ഇത്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത മുടിയാ. വെപ്പ് കൂടിയൊന്നും പറയല്ല കേട്ടോ. അതല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കട്ടിയുള്ള മുടിയോ അല്ലെങ്കിൽ ഇത്രയും നീളമുള്ള മുടിയോ ഒന്നും ഇപ്പോൾ ഒട്ടും ഫാഷനല്ല. പണ്ടത്തെ ഒരു ഇതിലെ കാലഘട്ടത്തിലൊക്കെയാണ് ഇങ്ങനെ നീളത്തിൽ മുടി, അതും കട്ടിക്കൊക്കെ തുളസി കതിരൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മോഡേൺ ലൈഫിൽ എൻ്റെ പോലുള്ള ഷോർട്ട് ഹെയർ ആണ് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ എല്ലാവരും ഒന്നും പറയല്ലേ. ഷോർട്ട് ഹെയർ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്, ലോങ് ഹെയർ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ട്. നിന്റെ ചേട്ടൻ തന്നെ എപ്പോഴും പറയും നിന്റെ മുടിയാണ് നിന്റെ ഭംഗിയെന്ന്. പെണ്ണ് കാണാൻ വന്ന സമയത്ത് എന്നോട് ആദ്യം പറഞ്ഞ നിന്റെ ഈ മുടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന്. അരുണേട്ടൻ എപ്പോഴും പറയും മുടിയുടെ കാര്യം. മുടി ഭയങ്കര ഇഷ്ടം അരുണേട്ടൻ. ഓ, ചേട്ടൻ വെറുതെ പറഞ്ഞായിരിക്കും. ഓ അവൾക്ക് എൻ്റെ മുടി കണ്ടിട്ട് അവിടെ പിടിക്കണില്ല. നല്ല കണ്ണിക്കടി ഉണ്ട്. ചേട്ടത്തി സത്യം പറഞ്ഞാൽ ഇത്രയും മുടിയൊന്നും വേണ്ട, കുറച്ചൊക്കെ വെട്ടിക്കളാ, കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും ചേട്ടത്തിക്ക്. ഓ ഞാൻ വെട്ടത്തില്ല. മാക്സിമം എത്ര വളരണം എന്ന് വെച്ചാൽ അത്രയും വളർത്തോട്ടെ. ഓ, ഇതിന് മാത്രം മുടി വളർത്തിയിട്ട് എന്തിനാ ഗിന്നസ് ബുക്കിൽ കയറണ്ട? അല്ല, ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാലേ, ഈ ഒത്തിരി മുടിയുള്ളവർക്ക് ഭയങ്കര പേരും താരനും ഒക്കെ നിറഞ്ഞ അളി പിളിയിലായിരിക്കും നടക്കുന്നത്. കാണാൻ വലിയ ഭംഗിയൊക്കെ, പക്ഷെ ഒന്നിനും കൊള്ളത്തില്ല. തലയൊക്കെ അടുത്തൊക്കെ വരുമ്പോൾ ഒരുമാതിരി നാറ്റമായിരിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഷോർട്ട് ഹെയർ, മുടി ഇല്ലാത്തതാ നല്ലത് അല്ലേ? ഒട്ടും മുടിയില്ലാത്തവർ നല്ലോണം മുടിയുള്ളവരെ കാണുമ്പോൾ ആ അസൂയ കൊണ്ട് പറയണതാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ അതിലൊന്നും വലിയ കാര്യമില്ല. നല്ല രീതിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മുടിക്കൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ നല്ല രീതിയിൽ സൂക്ഷിക്കും. നല്ലോണം ഹെയർ കെയർ നോക്കും, എണ്ണ തേക്കും, കുളിക്കും. തലയൊന്നും അങ്ങനെ വൃത്തിയായിട്ടാവാൻ ഞാൻ അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുടിക്ക് ഒരു കുഴപ്പമില്ല, നല്ലോണം മുടി വളരുന്നുമുണ്ട്. പിന്നെ വൃത്തിയില്ലാണ്ട് കുളിയും നനയില്ലാത്തവർക്ക് മുടിയും കുറവായിരിക്കും. അവരിത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പേനും താരനെന്നൊക്കെ. ആ, അമ്മ വിളിക്കുന്നോന്ന്, ഞാനത് അങ്ങോട്ട് ചെല്ലട്ടെ. നല്ല കുശുമുണ്ടോക്ക്. അമ്മ, എൻ്റെ മുടി എന്താ അമ്മ വളരാത്ത? മുടിയൊക്കെ വളരണമെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. അല്ലാണ്ട് നിന്നെപ്പോലെ ഉള്ള മുടി വെട്ടിയും കളഞ്ഞ് ബാക്കിയുള്ള കോഴിവാല് കുളിക്കൂല നനയ്ക്കൂല നടക്കണം. നിനക്കൊക്കെ എങ്ങനെ മുടി വളരും? ഷോ, ഞാൻ എൻ്റെ മുടി വെട്ടി കളയണ്ടായിരുന്നു അല്ലേ? കുറച്ചുകൂടെ നല്ലതായിരുന്നു. എൻ്റെ പൊന്നു കൊച്ചേ, നീ എന്നെ കൊണ്ടൊന്ന് ഓർമ്മിപ്പിക്കരുത്. നല്ലത് ആന്തര പനങ്കൊല പോലത്തെ മുടിയായിരുന്നു. അത് മൊത്തവും വെട്ടിക്കളയുമ്പോൾ ഞാൻ പറഞ്ഞതാ വളരത്തില്ല, വെട്ടരുത്. അപ്പം നീ പറഞ്ഞു മുടി കുറവുള്ളതാ നല്ലതെന്നും പറഞ്ഞ് വെട്ടിക്കളഞ്ഞു. ഓ, ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്നെ കാര്യം? ഞാനാണെ ഉള്ള മുടി വെട്ടിയും കളഞ്ഞു. ഇവിടെ വേറൊരുത്തരാണെങ്കിൽ കുറെ മുടിയും വെച്ചിട്ട് അഹങ്കാരം കാണിച്ച് ഇങ്ങനെ ആട്ടി നടക്കുക. അപ്പം അതാണ് കാരണം. മിഥിലമോക്ക് നല്ല മുടിയുള്ളത് കണ്ടുകൊണ്ടാണ് ഈ വർത്താനമൊക്കെ. അതെ, ആ മുടി ഒന്ന് കൊഴിഞ്ഞു പോരുന്നെങ്കിൽ സത്യം പറഞ്ഞ സമാധാനമായ എന്നെ. അങ്ങനെ ആവുമ്പോൾ ഈ ആട്ടിക്കൊണ്ടുള്ള നടത്തവും അഹങ്കാരം ഒന്നും കാണണ്ടല്ലോ. എൻ്റെ പൊന്നുമോളെ അങ്ങനെയൊന്നും പറയല്ലേ. എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ മുടി ഉണ്ടാക്കിയിട്ടുണ്ടാവുക. എത്ര നാൾ എണ്ണ തേച്ച് കുളിച്ച് വൃത്തിയാക്കി കൊണ്ട് കിടന്ന മുടി അതൊക്കെ കൊഴിഞ്ഞു പോകണമെന്ന് എങ്ങനെ പറയാൻ തോന്നുന്നടി? എടി, ആ കൊച്ചെ നിന്നെ പോലെയല്ല, അച്ഛനും അമ്മയൊക്കെ അനുസരിച്ച് വളർന്നവളാ. ആ കൊച്ച് പറയണ കേട്ടിട്ടുണ്ട് ചെറുപ്പം തൊട്ടേ അതിൻ്റെ മുടി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അമ്മയാണ്. അമ്മയാണ് മുടി എണ്ണ തേക്കുന്നതും കാച്ചുന്നതും ഒക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അമ്മയാണ്. നിന്നെ പോലെയല്ല. നിനക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു. ഏതുവരെ? 10ാം ക്ലാസ് വരെ. അതുവരെ ഞാനായിരുന്നു മുടി നോക്കിക്കൊണ്ടിരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ വഴിക്ക് നിനക്ക് സ്വയം നോക്കൽ അങ്ങ് തുടങ്ങി. നീ ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് എണ്ണ തേപ്പിക്കാനും സമ്മതിക്കില്ല. നീ അവിടെ എവിടെയൊക്കെ മുറിച്ചും വെട്ടിയൊക്കെ ഇട്ട് എന്തൊക്കെ കോഷ്ടി കാണിച്ചു. എന്നിട്ട് ഇപ്പോൾ മുടിയില്ലാത്തതിന് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നിനക്കില്ലെന്ന് വിചാരിച്ച് വേറൊരാൾക്കുണ്ടെന്ന് വിചാരിച്ച് അതിന് കുശുമ്പ് വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നാണമുണ്ടോ നിനക്ക്? ഓ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. മരുമോട് വന്നു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്നെ വേണ്ട. ഞാൻ പറയണമെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നുമില്ല. ഞാൻ കുശുമ്പത്തി അസൂയ എല്ലാം ഉള്ളവള്. ഒരു കാര്യം. മുടിയായിട്ട് നിൽക്കുക. ഇതൊന്നും കൂടെ കൊഴിഞ്ഞു വരുന്നെങ്കിൽ. നീ എന്താ പെറുവിറുക്കുന്നേ? ഞാനൊരു പാട്ട് പാടിയതാ. ചേട്ടത്തി, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ +2 ഒരുമിച്ച് പഠിച്ചതാ. അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് കൊച്ചൊക്കെയായി. അവള് പറയുക കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ അവളുടെ മുടി മൊത്തവും പോയിന്ന്. അവൾക്ക്
ഒത്തിരി മുടി ഉണ്ടായിരുന്നു ചേട്ടത്തിയെ പോലെ. പക്ഷെ കൊച്ചങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അങ്ങ് പെട്ടെന്ന് മുടിയെല്ലാം അങ്ങ് പോയിന്ന്, തലയൂട്ടി കാണുന്ന അവസ്ഥയായിന്ന്. ആ ചിലർക്ക് അങ്ങനെയൊക്കെ പോകുന്നു പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അല്ല, എന്താ ഇപ്പൊ പറയാൻ കാരണം? അല്ല, ചിലപ്പോൾ ചേട്ടത്തിയുടെ മുടി ഇതുപോലെ പോകും കേട്ടോ. നേരത്തെ അതുകൊണ്ട് പ്രിപ്പയർ ആയിട്ടിരുന്നോ. നമുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് മുടി വളർത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രസവമൊക്കെ കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ആൺകുട്ടി കൂടി ആണെങ്കിൽ മുടി മൊത്തവും കൊഴിഞ്ഞു പോകും. അയ്യോ, എനിക്കത് ആലോചിക്കാൻ കൂടെ വയ്യ. എന്തായാലും മുടിയൊക്കെ പോയി കഴിഞ്ഞാൽ ചേട്ടത്തേക്കാളും ഒരു ഭംഗി ഉണ്ടാവില്ല. എൻ്റെ പൊന്നു നാത്തൂര്, നിനക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റണത്? എന്ത് മനസ്സാക്ഷി നിൻ്റെ? ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിന്റെ മുടി പോവും. എന്തിനാ ഇങ്ങനെ സംസാരിച്ച് നിനക്ക് എന്താ കിട്ടണേ? എൻ്റെ ഈ മുടി കണ്ടിട്ട് നിനക്ക് ഈ ഇളക്കം എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഇത്ര നല്ലതല്ല. നിനക്കാണ് ഈ മുടിയെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ല. നിനക്കില്ലാത്ത സാധനം വേറൊരാൾക്കുണ്ടെന്ന് വിചാരിച്ചാൽ അതിന് ഇത്രയും കിടന്ന് ഇങ്ങനെ ഇളകാൻ നിനക്ക് എന്താണ്? കഷ്ടട്ടാ. ഇന്ന് മനസ്സാക്ഷിയാണ് നിൻ്റെ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും എൻ്റെ ഒരു വാക്കുകൊണ്ടൊരു ദോഷം വരുമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നീയോ എന്താണ്? ഭയങ്കര ബോറാട്ടോ. ഇനി മേലെ ഈ മുടിയുടെ കാര്യം പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരരുത്. പറഞ്ഞ് എൻ്റെ വായിലിരിക്കുന്ന വലുതും കേൾക്കും. ഓ, കുറെ മുടിയുള്ളതിൻ്റെ അഹങ്കാരമാണ്. ആരാന്ന് വിചാരം? വലിയ രമ്പയാന്ന വിചാരം. ഞാൻ മുടി ഇങ്ങനെ ഒന്നും കുഞ്ഞു നോക്കിയോ. ഇടത്തി ഉറങ്ങുമ്പോൾ ഒരു ദിവസം ഞാൻ മുടി കട്ട് ചെയ്ത് കളയും, കത്രയും വെച്ച് കട്ട് ചെയ്ത് കളയും. അങ്ങനെ പോവല്ലോ. ഈ മുടി കണ്ടോണ്ട് ഞാൻ ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കും? എനിക്കാണ് സഹിക്കണമല്ലോ. എനിക്കാണ് ഇല്ലതാനും.